നമസ്കാരം. അച്ഛൻ മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരുന്ന മിനിറ്റുകൾക്കുള്ളിൽ മകൾ മഹാ അഹങ്കാരിയായി മാറി. ആ നിലയിലാണ് വാർത്തകൾ. ഒരു വീഡിയോ പ്രചരിപ്പിച്ചിട്ട് മകൾ അടുത്ത സെക്കൻഡിൽ മഹാ അഹങ്കാരിയായി മാറിയിരിക്കുന്നു എന്ന നിലയിലുള്ള പ്രചരണം. സതീശന്റെ മകൾ അച്ഛൻ മുഖ്യമന്ത്രി ഞങ്ങളൊന്നും എല്ലാവരും ഇരുത്തട്ടെ. ഭയങ്കര സന്തോഷം. അതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് ചെയ്യണം. അതുകൊണ്ടാണ് സംസാരിക്കാം. സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറിയിരുന്നതിന്റെ അടുത്ത മിനിറ്റിൽ വീട്ടിലേക്ക് വന്ന അതിഥികളെ അല്ലെങ്കിൽ വന്ന പത്രക്കാരെയൊക്കെ വളരെ ധാർഷ്ട്യത്തോടെ സംസാരിച്ചുകൊണ്ട് മകൾ മാതൃകയായി എന്നതാണ് വാർത്ത. സോഷ്യൽ മീഡിയയിൽ ഒരു ഭാഗം അങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ മീഡിയകളും അങ്ങനെ പറയാൻ, എല്ലാവരും ഇല്ല, ചിലരൊക്കെ അങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്തൊരു കഷ്ടമാണ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കേരളത്തിലെ ദൃശ്യ മാധ്യമ രംഗം ഇന്ന് എത്തി നിൽക്കുന്നത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം എവിടെയെങ്കിലും അനാവശ്യമായിട്ട് വലിഞ്ഞു കയറി വിവാദങ്ങളും കുത്തിത്തിരിപ്പുകളും ഒക്കെ ഉണ്ടാക്കി തങ്ങൾക്കായി വാർത്ത ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം, ദൗത്യം എന്നൊക്കെയാണ് ചില ചാനലുകൾ തെറ്റിദ്ധരിച്ചേക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വീട്ടില് ചാനലുകാർ കാട്ടിക്കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങൾ. ഒരു പൊതുപ്രവർത്തകൻ ഉന്നതമായ പദവിയിൽ എത്തുമ്പോൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന് ആശംസകൾ അറിയിക്കാനും നിരവധി ആളുകൾ വീട്ടിലെത്തുക എന്നത് സ്വാഭാവികമാണ്. അത്തരത്തിൽ വീട്ടിലെത്തിയ അതിഥികളെ, പ്രത്യേകിച്ച് പ്രായമായവരെ ഒക്കെ അവരെ സ്വീകരിച്ചു കൊണ്ടുവന്ന് ഇരുത്താൻ, അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനൊക്കെ ആ വീട്ടിലെ അംഗങ്ങൾ അവർ തന്നെയാണ് ശ്രമിക്കേണ്ടത്. അവർ ഒരു പക്ഷെ മുഖ്യമന്ത്രി ആയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവരുടെ മകളായിട്ടുണ്ടാവും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ ആയിട്ടുണ്ടാവും. പക്ഷെ അവർ ആ വീട്ടിലെ വീട്ടുകാരല്ലാതായി തീരുന്നില്ലല്ലോ. ആ വീട്ടുകാരാണ് അവരെ സ്വീകരിക്കേണ്ടത്. എന്നാൽ അത്തരത്തിൽ ആൾക്കാരെ സ്വീകരിച്ച് അവർ ഇരുത്തുന്നതിനിടയിൽ റിപ്പോർട്ടർമാര് കോലും കുത്തിത്തിരിക്കൊണ്ട് ചെല്ലുകയാണ്. അതിനിടയിൽ റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടർ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ മുന്നിലേക്ക് മൈക്ക് നീട്ടുന്നതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതേ റിപ്പോർട്ടർ ചാനലിലെ മറ്റൊരു റിപ്പോർട്ടർ ചാണ്ടി ഉമ്മന്റെ അടുത്ത് സെൻസേഷണൽ ന്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കൂ, അദ്ദേഹം പള്ളിയിലേക്ക് പോവാണ്. അവിടെ വെച്ച് പറയാമെന്ന് പറഞ്ഞിട്ടും കുത്തിത്തിരിപ്പെടുക്കുന്ന ചില രീതികൾ കണ്ടു. പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർമാർക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനമില്ലാത്ത ഒരവസ്ഥയാണ്. അച്ഛൻ മുഖ്യമന്ത്രി അതിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ ആവശ്യപ്പെടുന്ന മാധ്യമപ്രവർത്തനോട് എല്ലാവരും ഒന്ന് ഇരുത്തട്ടെ, ഭയങ്കര സന്തോഷമുണ്ട്, അതിന്റെ എല്ലാം ഒന്ന് കൃത്യമായിട്ട് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഇപ്പൊ സംസാരിക്കാൻ പറ്റൂല, നിങ്ങൾ തൽക്കാലം ഞങ്ങളൊന്ന് വെറുതെ വിട്, ഞങ്ങൾ വന്ന അതിഥികളെയൊക്കെ ഒന്ന് ഇരുത്തട്ടെ എന്ന് പറഞ്ഞപ്പോ അതിനെ അങ്ങോട്ട് വളാട്ടടിച്ചുകൊണ്ട് നിയുക്ത മുഖ്യമന്ത്രിയുടെ മകൾ അഹങ്കാരിയായിട്ട് അങ്ങനെ അങ്ങോട്ട് ചിത്രീകരിച്ചുകൊണ്ട് വാർത്തകൾ പടച്ചുണ്ടാക്കുകയാണ്. തികച്ചും യുക്തിസഹജവും മാന്യമായിട്ടുള്ളൊരു മറുപടിയാണ് ആ കുട്ടി നൽകിയത്. ഒരു വീട്ടുനാഥന്റെയോ അല്ലെങ്കിൽ അവരുടെ മകളുടെ പ്രാഥമികമായ കടമ എന്ന് പറയുന്നത് അവിടെ എത്തുന്ന അതിഥികളെ സൽക്കരിക്കുക എന്നതാണ്. എന്നാൽ ഈ സ്വാഭാവിക പ്രതികരണത്തെ പോലും വളച്ചൊടിച്ച് അഹങ്കാരം എന്ന് ലേബൽ ഒട്ടിക്കാനാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ചില ചാനലുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വലിഞ്ഞു കയറി ചെയ്യുന്നത് വാർത്താ നിർമ്മിതികളാണ്, വാർത്താ നിർമ്മാണമാണ്, അല്ലാതെ വാർത്താ റിപ്പോർട്ടിംഗ് അല്ല. അതൊരു മാധ്യമ പ്രവർത്തനം ഒന്നും പറയാനും പറ്റില്ല. മറിച്ച് റേറ്റിംഗിന് വേണ്ടിയിട്ടുള്ള വേട്ടയാടലാണ്. ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്കോ അല്ലെങ്കിൽ അവർ തിരക്കിലായിരിക്കുന്ന ഒരു നിർണായക നിമിഷത്തിലേക്കോ യാതൊരു വിവേചനവുമില്ലാതെ മൈക്കും ക്യാമറയുമായി ഇരിച്ചു കയറുന്ന ഒരു രീതിയുണ്ട് കേരളത്തിലെ മലയാളികളെ വിവരം കെട്ട ചില റിപ്പോർട്ടർമാരുടെ രീതി, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർമാരുടെ രീതി. അതൊക്കെ അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിനെയാണ് മാധ്യമധർമ്മം എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഒരു കുടുംബം അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനിടയിൽ കയറി, അതും വിളിക്കാതെ ചെന്ന് വലിഞ്ഞു കയറി അസ്വസ്ഥത ഉണ്ടാക്കുന്നതിനല്ല. മുമ്പ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഒരു ചടങ്ങ്, ആ ചടങ്ങിലേക്ക് മാധ്യമങ്ങളെ ചെല്ലേണ്ട ആവശ്യമില്ല. അത്തരത്തിൽ മാധ്യമങ്ങൾ അവിടെ വലിഞ്ഞു കയറി ചെന്നപ്പോ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് ഇന്നും വിവാദമായി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാഷയാണ് വിവാദമെങ്കിൽ വലിഞ്ഞു കയറി ചെന്നവനെ എന്ത് വിളിക്കണമെന്നതിനെ കുറിച്ച് പിന്നെ ചർച്ച ഉണ്ടായതേ ഇല്ല. റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ കാര്യമാണ്. വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം വ്യക്തികളുടെ അന്തസ്സിനെയും സാഹചര്യങ്ങളെയും ഒക്കെ ഒന്ന് ബഹുമാനിക്കാനും പഠിക്കണം. ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ വലിഞ്ഞു കയറി കൃത്രിമമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി വാർത്താ ദാരിദ്ര്യം തീർക്കുന്ന ഈ ശൈലി മലയാളി പ്രേക്ഷകർക്ക് മുന്നിൽ നിങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് മാത്രമാണ് കോട്ടം വരുത്തുന്നത്, അതാണ് ഇല്ലാതാക്കുന്നത്. മാധ്യമങ്ങൾ സ്വയം നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ പൊതുസമൂഹം ഇത്തരം കുത്തിത്തിരിപ്പ് ചാനലുകളെ ബഹിഷ്കരിക്കുന്ന കാലം വരും. അത് കണ്ടറിഞ്ഞ് ചെയ്യുക. റേറ്റിംഗിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നതിന് പകരം മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറി അവിടെ ഞങ്ങൾ പോകേണ്ടതാണോ, അവർ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് എന്നൊക്കെ നോക്കി, ഇനി വിളിച്ചില്ലെങ്കിലും ഒന്ന് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളും കൂടെ ഒന്ന് വന്നോട്ടെ, ഞങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാമോ, സമയമുണ്ടാവോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ചെല്ലുന്നത് നന്നായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ സഖാവ് പിണറായി വിജയൻ പറഞ്ഞതുപോലെ കടക്ക് പുറത്തെന്ന് പറയും, ചിലപ്പോ കഴുത്തിന് പിടിച്ച് തള്ളിയെന്നും വരും. Different angles. Don't forget to subscribe and support this channel.